ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ രോഷിനി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാറ്റ്സ് ക്ലോ എന്ന മനോഹരമായൊരു ചെടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് വൈന്, ഇതൊക്കെ നമുക്ക് മതിലിലോ നമ്മുടെ ടെറസിലൊക്കെ വളരെ ഭംഗിയായിട്ട് പിടിപ്പിക്കാൻ പറ്റി. ഇത് റെയർ ഗോൾഡൻ ഗ്രീൻ പോത്തോസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെയർ വെറൈറ്റി, ഒരു പോത്തോസ് വെറൈറ്റിയാണ്. റെയറായിട്ടുള്ള പ്ലാന്റ്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാകത്തില്ല, ചില പ്ലാന്റ്സൊക്കെ സ്റ്റോക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെടിയെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ 10 മണി, 4 മണി, പിന്നെ നമ്മുടെ തെച്ചി, ചെമ്പരത്തി, മന്ദാരത്തിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു വിരിയ ചെമ്പരത്തി ഇല്ല, അതുപോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മഞ്ഞ കളറിൽ പൂക്കളോടുകൂടി ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മന്ദാരം ഉണ്ട് കേട്ടോ. പക്ഷെ കട്ടിങ്സേ കാണത്തുള്ളൂ, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാനത് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയുള്ള കുറേ നൊസ്റ്റാൾജി ആയിട്ടുള്ള ചെടികളുണ്ട്. അതുപോലെ ക്രീപ്പിംഗ് പ്ലാന്റ് കുറേ വെറൈറ്റീസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പോത്തോസ് വെറൈറ്റീസ് ഉണ്ട്. പൂക്കൾ കൊണ്ട് നിറയുന്ന കുറേ ക്രീപ്പിംഗ് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. കോളീസിൻ്റെ കുറേ, നമ്മുടെ പ്രിയപ്പെട്ട കണ്ണാടി ചെടി, അങ്ങനെയുള്ള കുറേ വെറൈറ്റി ചെടികൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എന്താണ് പറയേണ്ടത്, ഒത്തിരി പഴയ കാലത്ത് ഇപ്പോഴത്തെ ഈ ചെടികളൊക്കെ നമുക്കിപ്പോൾ ഓണത്തിനൊക്കെ വളരെ അത്തപ്പൂക്കൾ ഇടാനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ഇത് ഡാർക്ക് തെറ്റിയാണ് കേട്ടോ, നല്ല കടും കളറാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ എല്ലാ വീട്ടിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. അതുപോലെ കമ്മൽ ചെടിക്കൊക്കെ എന്തുമാത്രം ആരാധകരുണ്ടെന്നറിയാം. നിറയെ പൂക്കൾ കൊണ്ട് അങ്ങനെ നിറയുന്നതാണ്. ഇതൊരു വെറൈറ്റി ഫേണാണ്. അധികം കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അതുപോലെ കലാത്തിയുടെ വെറൈറ്റീസ്, അതുപോലെ നമ്മുടെ ഇറിഗേറ്റഡ് ഗന്ധരാജനാണ്. പൂക്കളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം ഇത് വളരെ ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അത് ബെൽമാക്സ്, ഫിലോഡെൻഡ്രോൺ. അപ്പോൾ അതും ഇല്ലാത്ത, അതുപോലെ നമ്മുടെ പെയിൻറ്റഡ് ലേഡി, ഒരുപാട് ആൾക്കാരൊക്കെ ഇടയ്ക്ക് തിരക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് എടുക്കുന്നതല്ല, ഇത് നമ്മുടെ തൈകൾ വാങ്ങിച്ച് നമ്മൾ പ്രൊപ്പഗേഷൻ വെച്ചിട്ട് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അതുപോലെ റിപ്സാലിസിൻ്റെ ഒരുപാട് തൈകൾ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് തൈലെടുക്കാൻ കാണത്തില്ല, കുറച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി, പിന്നെ പ്രൊഫഷണൽ കൊറിയർ, സ്പീഡ് ആൻഡ് സേഫ്, അതുപോലെ തന്നെ നമ്മുടെ DTDC ഒക്കെയാണ് നമ്മുടെ കൊറിയർ സർവീസ് കേട്ടോ. നിങ്ങൾക്ക് അടുത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ്, പിങ്കയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, ഫിലോഡെൻഡ്ര വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ സിങ്കോണിയത്തിൻ്റെ, ഇതൊക്കെ നല്ല റേറ്റുള്ള നല്ല വെറൈറ്റീസാണ് കേട്ടോ. അതുപോലെ നമ്മുടെ എയർ പ്ലാന്റ് ഉണ്ട്, അത് ഒരുപാടൊന്നുമില്ല. ഓരോന്നിൻ്റെ ഈ നമ്മുടെ ബുഷിയായിട്ട് കാണുന്നതൊക്കെ സിംഗിൾ ഷൂട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത് കേട്ടോ, കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ്, സ്നേക്ക് പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പറൈസോ വെറുതെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. അതായത് ചെടികൾ ഇഷ്ടപ്പെടുന്നവർ, ഇലച്ചെടികൾ സ്നേഹിക്കുന്നവർക്ക്. അതുപോലെ തന്നെ ഈ നമ്മുടെ മോൺസ്റ്റർ പ്ലാന്റ്, ഈ റെയർ വെറൈറ്റീസിക്ക് നല്ല ഡിമാൻഡിങ് ആണ്. അതുപോലെ തന്നെ കലേഡിയം വെറൈറ്റീസ്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഈ കലേഡിയത്തിനൊക്കെ നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ ഈ ക്രീപ്പിംഗ് ബിഗോണിയ, എന്ത് രസമെന്നറിയോ, അതിൽ സിൽവർ പോലെയാണ്, ഇത് ഗ്രീൻ ലീഫിൽ സിൽവർ ഡിസൈനൊക്കെ വരുമ്പം ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ സിങ്കോണിയ സ്പ്ലാഷ് ഉണ്ട്, സിങ്കോണിയ ആൽബോ ഉണ്ട്, പിങ്ക് സിങ്കോണിയ ഉണ്ട്, സിങ്കോണിയ കോൺഫ്ലിക്റ്റി ഉണ്ട്, സിങ്കോണിയ മിൽക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൽബോ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ക്രിപ്റ്റാന്തസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കളറ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവും എനിക്കറിയാം. അതിൻ്റെ കൂടുതലും കട്ടിങ്സ് കാണത്തുള്ളൂ കേട്ടോ. വേരോട് കൂടി എന്ന് പറയുമ്പോഴത്തേനും അത് ഭയങ്കര വലുപ്പമായിരിക്കും, വായിക്കാനൊക്കെ പ്രയാസമായിരിക്കും. അതുപോലെ കലാത്തിയ വെറൈറ്റീസിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഉണ്ട്. വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ ഓരോ പ്രാവശ്യം ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്തടുത്ത പാർട്സ് പിന്നെ വീഡിയോയിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോത്തിൻ്റെ നമ്മുടെ എന്താണ് ഇതുണ്ടല്ലോ, ഒരു വയലിൻ്റെ ഒരു ഇത് വരുന്ന ഡിസൈൻ വരുന്നുണ്ടല്ലോ, വയലിനുണ്ട്, ഹാർഡ് ലീഫിൻ്റെ ഷേപ്പിലുള്ളുണ്ട്. അതുപോലെ ബിഗോണിയയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് അതിൻ്റെ ലീഫ് കാണാൻ നോക്കിയേ.
അതുപോലെ തന്നെ ഡ്രസ്സീന വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ശരിക്കും പ്ലാസ്റ്റിക് പോലെയാണ്. ഇത് ഒറിജിനൽ ആണോ പ്ലാസ്റ്റിക് ആണോ തോന്നുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആവും, അത്രയ്ക്കും നല്ല രസമാണ്. അതുപോലെ ഈ പോൾക്കാ ഡോട്ട് അല്ലേ, അതുപോലെ ഒരു പൂവിനെ പോലെ തന്നെ ഭംഗിയാണ് ഇലകൾ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല രീതിയിൽ പോട്ടിലൊക്കെ നട്ട് പരിപാലിച്ച് ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും ഭംഗി അറിയുന്നത്. അത് നാരോ ലീഫാണ്, ഡ്രസ്സിംഗ് കോണിന് നാരോ ലീഫാണ്. അപ്പോൾ അങ്ങനെ വെൽവെറ്റിൻ്റെ ഇതിപ്പം നല്ല വെയിലാണെങ്കിൽ, അത്യാവശ്യം വെയിലുള്ള ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്താണെങ്കിൽ നല്ല ഒരു ബ്ലാക്കിഷ് കളർ വരും. ഇത് പിന്നെ നമ്മുടെ കല്യാണ സുഗന്ധികം, കലേഡിയത്തിൻ്റെ ഇതൊക്കെ വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ, ചെറിയ സൈസൊന്നും അല്ല, അത്യാവശ്യം നല്ല സൈസാണ് പ്ലാന്റ്സ് ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ക്രീപ്പിംഗ് ആയിട്ടും അതിൽ തന്നെ പൂക്കളുള്ളത്, അല്ലാതെ ലീഫായിട്ട് തന്നെ ക്രീപ്പിംഗ് ഉള്ളത്, ഡ്രസ്സീനിയ പ്ലാന്റ്, കലേഡിയം പ്ലാന്റ്, അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ട് ഇഷ്ടപ്പെട്ടത് മാത്രം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത് മാത്രം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇതിപ്പം എമൗണ്ട് ഒന്നും പറയുന്നില്ല, ഇത്ര എടുക്കണം, ഒന്നിച്ച് 10 എണ്ണം എടുക്കണോ 15 എണ്ണം ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്താൽ ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം ലാഭിക്കാം, നിങ്ങളുടെ സമയം ലാഭിക്കാം. അപ്പം നമുക്ക് ശരിക്കുള്ള ജെന്യുവനായിട്ടുള്ള കസ്റ്റമർക്ക് നമുക്ക് പ്ലാന്റ് എത്തിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ അത് അല്ലെങ്കിൽ നമുക്കത് പ്ലാന്റ് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കും, എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ആളെ കാണത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ദയവേത് എന്നോടൊന്നല്ല ആരോടും ആരെയും അങ്ങനെ വിഷമിപ്പിക്കില്ല. കാരണം എല്ലാവരും നമ്മുടേതായ തിരക്കിനിടെ സമയം കണ്ടെത്തിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ച് നമ്മളത് വീഡിയോ ആക്കി എൻ്റെ ലിസ്റ്റ് എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് കൊറിയർ അയച്ച് അതെല്ലാം വെരിഫൈ ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ പുറകെ. അപ്പോൾ നമ്മൾ അത്രയും സമയം എടുത്ത് ഇത് ചെയ്യുമ്പോൾ ആരും ഇത് ടൈം പാസിന് ചെയ്യുന്നതല്ല, എല്ലാവരും ഒരു ഇഷ്ടത്തോടെയാണ് ചെടികൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സങ്കടപ്പെടാൻ വേണ്ടിയല്ല, വാങ്ങിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും രണ്ടുപേർക്കും ഹാപ്പി ആയിരിക്കുമ്പോൾ ചെടി നട്ട് നല്ല അതിന് പുതിയ ലീഫൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ പുതിയ പൂക്കളുണ്ടായി, ഹാപ്പി ഇരിക്കുന്നത് കേൾക്കുമ്പോഴല്ലേ ഞാനും ഹാപ്പി. എല്ലാവരും അതെ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്നും ഒരു പ്രാവശ്യം നമ്മുടെ പ്ലാൻ എടുത്ത് ഇന്ന് നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, അതുപോലെ സ്നേഹം എല്ലാ വീഡിയോയും കണ്ടിട്ട് എൻ്റെ പ്ലാൻസ് വായിക്കുന്ന, സ്ഥിരമായിട്ട് പ്ലാൻസ് വായിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ കമൻസ് ഇടുന്നവരെ, നമ്മുടെ ലിങ്ക് സ്റ്റാറ്റസിൽ വെക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കുന്ന, അത് പ്രത്യേകിച്ച് നമ്മൾ പറയാനുണ്ട്. അപ്പോൾ 1-2 പേർക്ക് കൂടെ അതിൽ പങ്കെടുക്കണം, അതുകൊണ്ടൊന്ന് എക്സിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു 1 വീക്ക് കൂടെ അത് സമയം കൊടുത്തത്. അതുകൊണ്ട് ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കാര്യമായിട്ട് എടുത്തിട്ട് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എത്രയാണെങ്കിലും അതിന് തീർച്ചയായിട്ടും അതിന് തക്കതായൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഗിവയുടെ വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ എടുത്തിട്ടുള്ള 2-3 പേരുണ്ട്. അവർ ഇടയ്ക്ക് പല കാരണങ്ങളായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു, പനി അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടിലാണ്, ഡീറ്റെയിൽസ് അയക്കാം, സ്ക്രീൻഷോട്ട് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ടൈം വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അത് നീട്ടിക്കൊണ്ട് പോകത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ മഴയാണെന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കാതെ വളവിടാതെ ഒന്നും ഇരിക്കല്ലേ. നമ്മുടെ നമ്മുടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ഈ മണ്ണിലിട്ട് അലിയാത്ത ബോൺമീലല്ല, നല്ല ഫൈൻ പൗഡറായിട്ടുള്ള ബോൺമീൽ, പ്രീമിയം ക്വാളിറ്റി ബോൺമീൽ. നമ്മുടെ ചെടികളൊക്കെ നമ്മൾ അതുപോലെ സ്നേഹിച്ച് വളർത്തുന്നതല്ലേ. അപ്പോൾ അതിന് നല്ല ആഹാരം, നല്ല പോഷകഗുണമുള്ള നല്ല ആഹാരമൊക്കെ കൊടുത്ത് നല്ല മിടുക്കുകളായിട്ടിരിക്കുമ്പോഴല്ലേ ഇത് കാണാൻ നല്ല ഭംഗി. ഇത് കണ്ടില്ലേ, വെരിഗേറ്റഡ് ഗന്ധരാജനാണ്, നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ. അതുപോലെ നമ്മുടെ പീകോക്ക് ഫേണാണ്, മയിലിൻ്റെ ആ ഒരു ബ്ലൂ കളറാണ് ഇതിനുള്ളത്. നമുക്ക് ഇതൊക്കെ അറിയാലോ. അതുപോലെ നമ്മുടെ അടിനിയം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക്, അടിനിയം ഇഷ്ടപ്പെട്ട ഒന്നുമില്ല, അങ്ങനെയുള്ളവർക്ക് നമുക്ക് അത് വളരെ 10, 40, 50 രൂപയ്ക്കൊക്കെ അതിൻ്റെ തൈകൾ കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ളതായിരിക്കും കേട്ടോ. ഈ കണ്ണാടി ചെടി കോളീസിൻ്റെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലേഡിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ശംഖുപുഷ്പം തന്നെ വെള്ളയും ഉണ്ട് കേട്ടോ. ഇത് നീലയുടെ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ശംഖുപുഷ്പമാണ്. ഞാൻ ശരിക്കും കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. 125, 150 രൂപയ്ക്കൊക്കെയാണ് അത് വരുന്നത്. ഇത് നമ്മൾ 40, 50 രൂപയ്ക്ക് വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. ശംഖുപുഷ്പം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ എപ്പോഴും അത് എല്ലാവരും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.